30,000 രൂപ അധികം കൊടുത്തിട്ട് നമ്മുടെ ഈ പുതിയ മോഡൽ ഹിമാലയൻ വാങ്ങേ ചെയ്യരുത് കേട്ടോ. ഹലോ സവറെ, റൈഡർ സ്ലീറ്റ് ബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് 2021 എഡിഷൻ ഹിമാലയന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് നമ്മൾ വിലഭാഗവും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനുശേഷം നമ്മുടെ കമന്റിൽ ഒരുപാട് പേര് റേറ്റിനെ സംബന്ധിച്ച്, അതായത് നമ്മൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, പക്ഷേ എന്നാലും അതിൽ ഡീറ്റെയിൽ ആയിട്ട് റേറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പം നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോളിംഗ് ഇട്ടു. അതിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പം അടിച്ചു കളയാതെ ഇരുന്ന് വീഡിയോ കാണുക. ഒപ്പം തന്നെ നമ്മുടെ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1,00,000 അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഒരു സിൽവർ പ്ലേ ബട്ടൺ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്താണെന്ന് ബെല്ലൈക്കിനൂടെ എനേബിൾ ചെയ്തേക്കാം കേട്ടോ. വളച്ചിട്ടില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ മോഡൽ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 2021 പഴയ മോഡലിനെക്കാട്ടി എത്ര രൂപ കൂടി, അതുപോലെ തന്നെ ഏത് മോഡൽ നിങ്ങൾ എടുക്കണം എന്നുള്ളതിനെല്ലാം ഉത്തരവാകും കേട്ടോ. അപ്പം അടിച്ചളയാതെ വീഡിയോ കാണുക, നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനകത്ത് മെയിനായിട്ട് 6 കളറാണ് ഹിമാലയൻ ഉള്ളത്. അത് 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് 3 സെറ്റാണ് റേറ്റ് വരുന്നത്. ഒരു സെറ്റിൽ വരുന്നത് റെഡും ബ്ലൂവും, അതിന് ഒരു റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ട് സിൽവർ ഗ്രേ, അതിന് മറ്റൊരു റേറ്റ്. അതുപോലെ തന്നെ ഏറ്റവും റേറ്റ് കൂടിയിട്ടുള്ള, നമ്മൾ പറഞ്ഞതുപോലെ 30,000 രൂപയോളം വ്യത്യാസം വരുന്ന ഗ്രാനൈറ്റ് ബ്ലാക്ക്, ഒപ്പം തന്നെ ഗ്രേ, പൈൻ ഗ്രേ. പുതിയതായിട്ട് ഇതുവരെ ആരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു വണ്ടിയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഉണ്ട് ഓൺ റോഡ് കോസ്റ്റ് വന്നിട്ട് 2,41,000 രൂപയാണ്. 2,41,317 രൂപയാണ് റെഡിനും ബ്ലൂവിനും വരുന്നത്. അതുപോലെ തന്നെ 2,39,000 രൂപയാണ് നമ്മുടെ ഗ്രേയ്ക്കും സിൽവറിനും വരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ 2,39,000, ഒപ്പം തന്നെ 2,67,000, ഏകദേശം 30,000 രൂപയോളം മറ്റുള്ള വണ്ടികളിൽ നിന്നും വ്യത്യാസം വന്നിട്ടാണ് ഏറ്റവും റേറ്റ് കൂടിയിട്ടുള്ള ആ ഒരു ഗ്രേയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാനൈറ്റ് ബ്ലാക്കും ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് റേറ്റ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്പുണ്ട്. ഈ ഒരു ആപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഹിമാലയൻ്റെ റേറ്റ് എല്ലാം ഞാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ റോയൽ എൻഫീൽഡ് മീറ്റിയോർ ഇറക്കിയ സമയത്ത് ഞാൻ ഈ ഒരു ആപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്ത വീഡിയോ ഞാൻ ഇപ്പം കാണിച്ചു തരാം. അതിനകത്ത് കറക്റ്റ് റേറ്റ് എത്ര എന്നുള്ളത് പറയുന്നുണ്ട്. നമ്മുടെ ഹിമാലയൻ്റെ സ്ലീറ്റ് വെർഷൻ നോക്കുകയാണ്. സ്ലീറ്റ് ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,37,369 രൂപയാണ്. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളറിനനുസരിച്ചിട്ട് നോക്കാം. ഇതുണ്ട, ഓരോ കളർ മാറ്റുമ്പോഴും ഉള്ള 2,39,000 ആയി. കണ്ടോ, റെഡ് ആക്കിയപ്പോഴും ആ റേറ്റ് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കളറിനും എത്ര റേറ്റാണെന്ന് ഇതിനകത്ത് അറിയാൻ പറ്റും. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ അത് എത്ര മാസം മുമ്പാണ് ആ ഒരു വീഡിയോ ചെയ്തതെന്നുള്ളതൊക്കെ ഞാൻ ആ സൈഡിൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അന്നുള്ള വിലയും ഇന്ന് നമുക്ക് ഹിമാലയൻ ഇറങ്ങിയപ്പം ഓരോ കളറിനും എത്ര രൂപ വ്യത്യാസം വന്നു എന്നുള്ളത് നമ്മുടെ അവർ തന്നിട്ടുള്ള നോട്ടൊക്കെ അവിടെ ഇരിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം റേറ്റ് കൂടുതലോ കുറവൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നതിൽ ഒരു എറർ വരരുത്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ ആപ്പാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മളതിനകത്ത് നിങ്ങൾക്കും എത്ര രൂപയാണെന്നുള്ളത് നിങ്ങളുടെ തൊട്ടടുത്ത എൻഫീൽഡിൻ്റെ ഷോറൂം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര രൂപയാണെന്നുള്ളത്. ഞാൻ നമ്മുടെ കിളിമാനൂരത്തെ ഷോറൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, കൺഫേം കൊടുത്തു. അപ്പോൾ എനിക്ക് അറിയേണ്ട റേറ്റ് ഹിമാലയൻ്റെ ആണ്. ഞാൻ ഹിമാലയൻ സെലക്ട് ചെയ്തു. ഇതിനകത്ത് വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എത്ര കളറുണ്ടെന്നുള്ളത്. കേട്ടോ, മിറാജ് സിൽവർ, ഗ്രാവൽ ഗ്രേ, പൈൻ ഗ്രീൻ, ബ്ലൂ, റെഡ്, അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ സിൽവർ, ഗ്രാവൽ ഗ്രേ, ഇതെല്ലാം വന്നല്ലോ. അപ്പം നമുക്ക് ഏറ്റവും റേറ്റ് കൂടിയിട്ടുള്ള പൈൻ ഗ്രീൻ കണ്ടോ, പൈൻ ഗ്രീൻ ഇതാണ്. ഈ ഒരു പൈൻ ഗ്രീൻ്റെ റേറ്റ് നമുക്ക് കാണാൻ പറ്റും 2,67,765 രൂപയാണ്. അപ്പം ഇത് നേരത്തെ ഇല്ലായിരുന്നു.
ഇതിവിടെ നിൽക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇല്ലാത്ത വണ്ടിയുടെ റേറ്റുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. ഒപ്പം തന്നെ ഇതേ റേറ്റ് വരുന്നത് ഇതാണ് 2,67,765. ഈ സെയിം റേറ്റ് തന്നെയാണ് ഈ ഒരു ഗ്രാനൈറ്റ് ബ്ലാക്കിനും വരുന്നത്. നമ്മൾ ആദ്യം ഏറ്റവും താഴെ കിടന്നത് ലേക്ക് ബ്ലൂവും ഒപ്പം തന്നെ റോക്ക് റെഡുമാണ്. ഇതിന് രണ്ടിനും സെയിം റേറ്റാണ്. എത്ര ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസാണ്. വേണ്ട, ഓൺ റോഡ് പ്രൈസ് എന്ന് ഒരു വണ്ടയ്ക്കാശ് എത്തി കൊടുത്തിട്ടുണ്ട്. 2,41,318 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 2,41,40,000. അതായത് നമുക്ക് തന്നിട്ടുള്ള ആ സെയിം നോട്ടിലെ റേറ്റ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോയ്ക്കകത്ത് നമ്മൾ എത്ര രൂപയാണ് കൊടുത്തിരുന്നത്, അതായത് ഈ ഒരു വണ്ടി ഇറങ്ങുന്നതിന് മുമ്പിട്ടുള്ള അതിനകത്ത് എത്ര രൂപയാണ് കൊടുത്തിരുന്നതെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം. എത്ര രൂപ ഈ ഒരു ബ്ലൂവിനും റെഡിനും കൂടി എന്നുള്ളത് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. കണ്ടല്ലോ. അപ്പം ഇത് പുതിയ കളറുകൾ അവിടെ ആയിക്കോട്ടെ. പിന്നീട് നമുക്ക് വരുന്ന കളറുകളാണ് ഈ ഒരു ഗ്രാവൽ ഗ്രേ, അതുപോലെ തന്നെ മിറാജ് സിൽവർ. കണ്ടോ, ഇത് രണ്ടും സെയിം റേറ്റാണ്. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,39,061 രൂപയാണ് കേട്ടോ. അപ്പം അതിൻ്റെ റേറ്റും പക്ഷേ നമുക്ക് മിറാജ് സിൽവറിന് പകരം നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീറ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു സ്ലീറ്റ് ആയിരുന്നു ഈ ഒരു കാറ്റഗറിയിൽ വന്നിരുന്നത്. ഇതുണ്ട്, ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു സിൽവർ കളർ തന്നെയാണ് കേട്ടോ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇപ്പോഴത്തെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതല്ല ടാങ്ക്, അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക്, അതുപോലെ തന്നെ ഈ സൈഡ്, ഇതെല്ലാം സെയിം കളറാണ് കേട്ടോ വരുന്നത്. ഇതിന് 2,39,000 രൂപയാണ് വരുന്നത്. അതിലും ഈ രണ്ടാമത്തെ കാറ്റഗറിയിലും നേരത്തെ അപേക്ഷിച്ച് എത്ര രൂപ കൂടി എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. പിന്നീട് നമുക്ക് ഏറ്റവും റേറ്റ് കൂടിയത് ഗ്രാനൈറ്റ് ബ്ലാക്ക്. കണ്ട, ഗ്രാനൈറ്റ് ബ്ലാക്ക്, അത് ഇതുവരെ ഇല്ലായിരുന്ന റേറ്റാണ് കേട്ടോ, വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ പൈൻ ഗ്രീൻ, ഇതിന് വന്നിട്ട് 2,67,000 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ നോർമൽ വണ്ടിയും ഇതും തമ്മിൽ ഏകദേശം 30,000 രൂപയുടെ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് ഈ ചെറിയ കളറിന് ഒരു കമൻറ്റ് വന്നതാണ്, ഞാൻ എന്തുകൊണ്ട് ഈ കളറിന് 30,000 രൂപ കൂടി? 30,000 രൂപയുടെ കളറാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പം ഞാനും ആലോചിച്ചു, സത്യത്തിൽ ഈ 30,000 രൂപ എന്തിനു കൂടി? പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര രൂപ വെച്ച് കൂടി എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രീനും പൈൻ ഗ്രീനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാനൈറ്റ് ബ്ലാക്കിനും 30,000 രൂപ അധികമാണ് കേട്ടോ. പക്ഷേ എന്തുകൊണ്ട് ആ 30,000 രൂപ മറ്റുള്ള വണ്ടികൾ എന്ന് വെച്ചാൽ പുതിയ മോഡൽ തന്നെ ഉള്ള വണ്ടികളിലുള്ള സ്പെക്ക് മാത്രമേ അതിനകത്തുള്ളൂ, ആകെ ഉള്ളത് കളർ മാറ്റമാണ്. നമ്മുടെ ഒരു മച്ചാൻ ചോദിച്ചതുപോലെ ഈ ഒരു കളർ ചേഞ്ചിന് മാത്രം നമ്മൾ 30,000 രൂപ അധികം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാരണവശാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 30,000 രൂപ അധികം കൊടുത്ത ആ 2 വണ്ടികളും ആയിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിം സാധനം, കളർ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ, പക്ഷേ ആ ഗ്രീൻ പൊളി സാധനമായിരുന്നു കേട്ടോ. 2,44,000 അതുപോലെ തന്നെ 42 ആ ഒരു റേറ്റിൽ നിന്ന് 2,70,000 രൂപയാണ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന്, അതായത് കളർ മാത്രം മാറ്റമുള്ള ഈ ഒരു വേരിയൻറ്റിന് വരുന്നത്. അതായത് 30,000 രൂപയുടെ കളർ മാറ്റം അതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. കേട്ടോ, എക്സ് ഷോറൂം പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് അവർ ഇറക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഏറ്റവും താഴത്തെ ഈ ബ്ലൂവിനും റെഡിനും വന്നിട്ട് 1,98,000 രൂപ. കണ്ടാ, മറ്റത് വന്നിട്ട് 1,97,000 രൂപ. നമ്മുടെ ടോപ്പ് വേരിയൻറ്റിന് വന്നിട്ട് 2,06,000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കിയാൽ എക്സ് ഷോറൂം പ്രൈസ് നോക്കുങ്ങൾ, ഇതുമായിട്ട് എത്ര രൂപ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഞാൻ സൈഡ് എഴുതിയേക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് എടുത്തു 1,98,000 എന്നുള്ള 99,000 രൂപ ആണെങ്കിൽ പോലും 7,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഈ ഒരു വേരിയൻറ്റും ഹിമാലയൻ പൈൻ ഗ്രേയും തമ്മിൽ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങുമ്പം വരുന്നുള്ളൂ. നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ എങ്ങനെ ഈ 30,000 രൂപ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു? അത് എനിക്ക് ഉത്തരം കിട്ടിയത് ഈ ഒരു ടേബിളിൽ നിന്നാണ് കേട്ടോ. 23,000 രൂപ ബ്ലൂവിൻ്റെ ആ ഒരു കാറ്റഗറിക്കും അതുപോലെ തന്നെ ഗ്രാവൽ ഗ്രേക്ക് 23,640 വരുന്ന സമയത്ത് പൈൻ ഗ്രേയുടെ സ്ഥലത്ത് 43,260 20,000 രൂപയുടെ വ്യത്യാസം ഈ ഒരു ടേബിളിൽ ഞാൻ കണ്ടു. ആ ടേബിൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് റോഡ് ടാക്സ്. എന്തുകൊണ്ട് ഈ ഒരു കാറ്റഗറിക്ക് 20,000 രൂപ എക്സ്ട്രാ നമ്മൾ റോഡ് ടാക്സ് അടക്കേണ്ടി വന്നു എന്ന് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് കണ്ട 1,97,098 നിന്ന് നമ്മുടെ ഈ വണ്ടിക്ക് 2,06,000, അതായത് 2 ലക്ഷം എന്ന റൗണ്ട് ആയതുകൊണ്ടാവണം 20,000 രൂപ അധികം വന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് റോയൽ എൻഫീൽഡിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്.
ഇത് എൻ്റെ ഒരു നിഗമനമാണ്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇതിനകത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക കേട്ടോ. എന്തായാലും എനിക്ക് ടേബിളിൽ നിന്ന് മനസ്സിലായത് റോഡ് ടാക്സ് ഇനത്തിലാണ് 20,000 രൂപ അധികം വരുന്നത്. ബാക്കി എല്ലാം കറക്റ്റാണ് കേട്ടോ. 2,39,000 2,67,000 ഓൺ റോഡ് കോസ്റ്റ് വന്നത് അങ്ങനെയാണ് കൂടിയേക്കുന്നത്. അപ്പോൾ ഞാൻ തിരക്കിയപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ 2 ലക്ഷത്തിന് മുകളിൽ എക്സ് ഷോറൂം പ്രൈസ് വരുന്ന വണ്ടിയൊക്കെ റോഡ് ടാക്സ് ഇനത്തിൽ ഒരുപാട് പൈസ അടയ്ക്കേണ്ടി വരും. അതൊരുപാട് പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കണ്ടോ. 23 അടച്ച സ്ഥലത്ത് നമ്മൾ 20,000 രൂപ റോഡ് ടാക്സ് ഇനത്തിൽ നമ്മൾ ഗവൺമെൻറ്റിനാണ് അടയ്ക്കുന്നത്, അല്ല ഷോറൂമിലോട്ടല്ല കൊടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് അടിച്ച്, അതായത് പുതിയ 1-2 മീറ്ററും വെച്ചിട്ട് 30,000-ഓളം രൂപ റോയൽ എൻഫീൽഡുകാർ കൊള്ളയായിട്ട് മേടിക്കുന്നതൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്ന കുറേ വീഡിയോസും കുറേ സ്റ്റാറ്റസൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഹിമാലയൻ എന്താന്ന് പോലും വണ്ടി ഇതുവരെ ഓടിച്ചു പോലും നോക്കാതെ വണ്ടി അങ്ങനെയാണ്, വണ്ടിക്ക് ഭയങ്കര മെയിൻ്റെനൻസ് ആണ്, മൈലേജ് ഇല്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ BS3യിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ BS4ലും BS6ലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവൻ തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ലോങ് റൈഡിലും ഒപ്പം തന്നെ കാടും മലയൊക്കെ കുന്നൊക്കെ കയറി നടക്കുമ്പോൾ യവൻ തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേരളത്തിൽ വേറെ ഒരു വണ്ടിയും തരത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇത്രയൊക്കെയാണ് പ്രൈസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ട് ബ്ലൂവും റെഡും ഗ്രേയും സിൽവറും പോയി നോക്കിക്കോ. കാരണം എന്ന് വെച്ചാൽ പഴയ റേഞ്ചിൽ നിന്നും വലുതായിട്ട് കൂടുതലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ പൈൻ ഗ്രീനും ബ്ലാക്ക് പിന്നെ ഗ്രാനൈറ്റ് ബ്ലാക്ക് നോക്കുന്ന സമയത്ത് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. 30,000 രൂപ ആ ഒരു കളർ അഡിഷന് വേണ്ടിയിട്ട് കൊടുക്കണമെന്നുള്ളത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. പിന്നെ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. റോയൽ എൻഫീൽഡ് ഹിമാലയൻ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്, പക്ഷെ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്. അത് വീണ്ടും ഞാൻ പറയാം. അത് നമുക്ക് പിന്നെ അത്രയ്ക്കും കുന്നും മലയൊക്കെ കയറി നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് പോകണമെങ്കിൽ അവനെ കണക്കത്തെ മുതലിനെയൊക്കെ വേണം. എൻ്റെ ഒരു ഇതിൽ അതിൽ കുറച്ച് പൈസ ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ ദിവസം ഇവിടുന്ന് ചായക്കട വരെ പോയി ചായം കുടിച്ച് അല്ലെങ്കിൽ ഓഫീസ് വരെ പോകുന്നവർക്കും മാത്രം, അല്ലെങ്കിൽ വീട്ടിൻ്റെ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നവർക്ക് ഒരിക്കലും വണ്ടി എടുക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിറ്റി ഡ്രൈവ് മാത്രം നോക്കുന്നവർ ഒരിക്കലും വണ്ടി എടുക്കരുത്. കാരണം നിങ്ങൾ നെഗറ്റീവ് പറയും. കാരണം ഹിമാലയൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റൈഡും ഓഫ് റോഡും ആണ്. ഇതിന് മുഹബത്തുള്ള ഒരു ധൈര്യമായിട്ട് വണ്ടി എടുത്തോ, പക്കയാണ്, സെറ്റാണ്. അപ്പോൾ മച്ചാമാരെ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ. നിങ്ങൾ ഇനി റേറ്റിന് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇത്രയ്ക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റൈഡർ സ്ലീറ്റ് ബോയ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോ. പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ടെങ്കിലും ചെയ്ത് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ കമന്റ് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാർ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലും 1 ലക്ഷം നമുക്ക് പെട്ടെന്ന് എത്തത്തുള്ളൂ. കമന്റ് താഴെ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ റൈഡർ സ്ലീറ്റ് ബോയ്.